ഇവിടെ മെസ്സി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ മറ്റൊരു വശം. ഇവിടെ ജിസ്മോൻ സൂചിപ്പിച്ചു സർക്കാരിന് ₹1 പോലും നഷ്ടമായിട്ടില്ല എന്ന്. അങ്ങനെ കാണാൻ പറ്റുന്നതാണോ ഈ ഒരു തട്ടിപ്പ്? കാരണം ഫുട്ബോളിൻ്റെ മറവിൽ അല്ലെങ്കിൽ കായികത്തെ, സ്പോർട്സിനെ രാഷ്ട്രീയമാക്കി മാറ്റുന്നതിനോട് എങ്ങനെ യോജിക്കാനാകും? കായിക കേരളത്തോട് വേണമായിരുന്നു ഈ ഒരു ചതി. തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ കേരളത്തിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയോ മെസ്സിയോ നെയ്മറോ ഈ ലോകത്തുള്ള ഏത് വലിയ കായിക താരത്തെയും കൊണ്ടുവരുന്നതിനെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്ന ഒരു കായിക പ്രേമിയാണ് ഞാൻ. വലിയ വലിയ കായിക താരങ്ങളെ അടുത്തറിയാൻ കേരളത്തിലെ കായിക പ്രേമികൾക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ മെസ്സിയെ കഴിഞ്ഞ തവണ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ലോകകപ്പിന് ശേഷമുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഉന്നയിച്ച ഒരു ചോദ്യം, അന്ന് ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് മെസ്സിയുടെ അല്ലെങ്കിൽ അർജൻറ്റീന ടീമിൻ്റെ ഈ വരവ് എന്ത് പ്രയോജനം ചെയ്യും എന്നുള്ളതായിരുന്നു. അർജൻറ്റീന ടീമിൻ്റെ 2 മത്സരങ്ങൾ ഇവിടെ നടത്താം, അർജൻറ്റീന ടീമിനെ തുറന്ന ബസ്സിൽ അല്ലെങ്കിൽ തുറന്ന വാഹനത്തിൽ ഘോഷയാത്രയായിട്ട് നടത്താം എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ള ഒരു ചിന്താഗതി കൂടി അന്ന് ആ ഒരു സാഹചര്യത്തിൽ ഉന്നയിക്കേണ്ടതുണ്ടായിരുന്നു. അത് ഉന്നയിച്ചിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കായിക മേഖല ഏറ്റവും മോശമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ കായിക രംഗത്ത് കേരളത്തിൻ്റെ പ്രകടനം വളരെ പരിതാപകരമായിരുന്നു. ദേശീയ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പുകളിൽ പലപ്പോഴും കേരളത്തിൻ്റെ താരങ്ങൾ മത്സരിക്കാൻ പല ഇനങ്ങളിൽ പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. ദേശീയ ഗെയിംസിൽ കേരളം 2-3 സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കേരളം ഉത്തരാഖണ്ഡിൽ നടന്ന കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ 14ാം സ്ഥാനത്തേക്കാണ് മൂക്കുകുത്തി വീണത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ കായിക അസോസിയേഷനുകൾ പരസ്യമായി മന്ത്രിക്കെതിരെ രംഗത്തിറങ്ങുന്ന സിറ്റുവേഷൻ തന്നെ ഉണ്ടായി, ഒരു സാഹചര്യം ഉണ്ടായി. അന്നും ഈ ചോദ്യം ഉയർന്നു, മെസ്സിയെ കൊണ്ടുവന്നാൽ മാത്രം ഇവിടുത്തെ കായിക രംഗം രക്ഷപ്പെടുമോ എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിൽ കുട്ടികൾക്ക് സമയത്തിന് ആഹാരം കൊടുക്കാൻ അതിനുള്ള പൈസ സമയത്ത് അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ ആവശ്യത്തിന് ദേശീയ മത്സരങ്ങളിൽ കേരളത്തിൻ്റെ ജേഴ്സി അണിഞ്ഞു പോകാൻ കായിക താരങ്ങൾക്ക് കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ അവസ്ഥയുണ്ടായിരുന്നു. അവസാനം ഈ സർക്കാരിൻ്റെ കാലത്ത് കായിക മന്ത്രി സ്പോർട്സ് കൗൺസിൽ പരിശോധന നടത്തിയപ്പോൾ കെട്ടിക്കിടക്കുന്ന ജേഴ്സികളും കായിക ഉപകരണങ്ങളുമാണ് കണ്ടെത്തിയത്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ കായിക അസോസിയേഷനുകൾക്ക് അവരുടെ കുടിശ്ശികയായി കിടക്കുന്ന ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞിട്ടില്ല. എത്രയോ തവണ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ കൊടുത്തു തുടങ്ങിയത്. എനിക്കറിയാം, മെസ്സി വരുന്ന സമയത്ത് കേരളകൗമുദി പത്രത്തിൽ ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് മെസ്സി വന്നാൽ പശി മാറുമോ എന്നായിരുന്നു. അതായത് നമ്മുടെ കുട്ടികൾ പട്ടിണി കിടക്കുന്ന സമയത്ത് മെസ്സിയെ കൊണ്ടുവന്ന് ഇത്രയും കോടികൾ പൊടിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് അന്ന് കായിക മന്ത്രി മറുപടി പറഞ്ഞത്, മെസ്സി വരുന്നത് കൊണ്ട് സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമൊന്നുമില്ല, അത് സ്പോൺസറെ കൊണ്ടാണ് നടത്തിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ച് കായിക വകുപ്പിൻ്റെ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് IAS അദ്ദേഹം അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മെസ്സിയെ കൊണ്ടുവരുന്ന പരിപാടിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ മെസ്സി എത്തിയിട്ടില്ല. തുടക്കം മുതൽ അവസാനം വരെ അടിമുടി ദുരൂഹതകളും സംശയങ്ങളും നിറഞ്ഞതും ചട്ടലംഘനങ്ങൾ നിരവധി ഉള്ള ഒരു കാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു റിപ്പോർട്ട് വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മെസ്സി ഇവിടെ എത്തിയില്ല എന്നുള്ള കാര്യത്തിനും കൃത്യമായ മറുപടി ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ്. കാരണം കൃത്യമായ രേഖകളോ കൃത്യമായ രൂപരേഖയോ കൂടാതെയാണ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് അർജൻറ്റീന ഫുട്ബോൾ ടീമിന് വരാൻ ഒരു ബാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയതെന്നും ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാവും. ഇത് അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമായിരുന്നു. കാരണം ഈ കാര്യത്തിലെല്ലാം കായിക മന്ത്രിയാണ് അഭിപ്രായം പറഞ്ഞത്. മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് വരും എന്ന് പലതവണ ആവർത്തിച്ച കായിക മന്ത്രി എന്ന് വരും എന്നുള്ള വ്യക്തമായ ഒരു മറുപടി ഒരിക്കൽ പോലും നൽകാൻ കഴിഞ്ഞില്ല. ഒരു സമയത്ത് ഒരു കോളേജിലെ സ്വകാര്യ പരിപാടിയിൽ മന്ത്രി മെസ്സി വരും കേട്ടോ എന്ന് പറയുകയും ഫേസ്ബുക്കിലുമൊക്കെ അത് കുറിപ്പിടുകയൊക്കെ ചെയ്തു. പിന്നീട് അതിനെക്കുറിച്ച് മന്ത്രിയുടെ നേരിട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയോടുകൂടി ഒരു പരിപാടിയും അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ നിയമപരമായ രീതിയിലുള്ള ഒരു നടപടിയും വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതുതന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, മെസ്സിയെ നമ്മൾ കൊണ്ടുവരുമെന്ന് 2.5 കൊല്ലം മുമ്പ് പറഞ്ഞു. മെസ്സി 6 മാസം മുമ്പ് കേരളത്തിൽ വന്നില്ലെന്നേ ഉള്ളൂ, ഇന്ത്യയിൽ വന്നു, ഹൈദരാബാദിൽ വന്നു, ഡൽഹിയിൽ വന്നു, കൊൽക്കത്തയിൽ വന്നു, അതുപോലെ ഡൽഹിയിലും വന്നു.
അപ്പോൾ മെസ്സിക്ക് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരാനൊക്കെ കഴിയും, മെസ്സി എന്നല്ല ആരെ വേണമെങ്കിലും കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അത് വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കായിക വകുപ്പിൽ പ്രത്യേകിച്ച് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുള്ള പരാതി വളരെ ശക്തമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യം, മന്ത്രി മെസ്സിയെ കൊണ്ടുവരുന്നതിൽ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായില്ല എന്നുള്ളതാണ്. 13 ലക്ഷത്തോളം രൂപയാണ് മന്ത്രിയുടെയും കായിക വകുപ്പ് സെക്രട്ടറിയുടെയും സ്പാനിഷ് യാത്രയ്ക്ക് ചിലവായത്. മാഡ്രിഡിൽ അവർ പോയത് ക്യൂബൻ കോച്ചുമാരുടെ സഹകരണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ മെസ്സിയെ കൊണ്ടുവരുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻകാർ ക്ഷണിച്ചിട്ടും അർജന്റീനയിലേക്ക് യാത്ര പോകുന്നതിന് പകരം അവർ സ്പെയിനിൽ വന്ന് രണ്ടു കൂട്ടരും തമ്മിൽ ചർച്ച ചെയ്യാം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും കൂടി പോയതിന് 13 ലക്ഷത്തിലധികം രൂപ ചിലവായിട്ടുണ്ട്. മെസ്സി വന്നിട്ടില്ല, ക്യൂബൻ കോച്ചുമാരുമായിട്ടുള്ള സഹകരണം നടന്നിട്ടില്ല, മറ്റ് പോയ ഒരു ലക്ഷ്യങ്ങളും നിറവേറിയിട്ടില്ല. ഒരു ലക്ഷ്യവും നിറവേറാത്തതിനെ സാമ്പത്തിക നഷ്ടമെന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? ശരി, ഓക്കെ.